ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും എങ്ങനെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. കുറച്ച് നാളുകളായി വീഡിയോകളൊക്കെ ഇട്ടിട്ട്, ഷോർട്സൊക്കെ ഇട്ടിട്ട്. പോലെ പറയുന്ന കണക്ക് തന്നെ നമ്മൾ മാവേലി തന്നെയാണ്. ശരി, എന്നാലും സാരമില്ല. നമ്മളിന്ന് വന്നേക്കുന്ന കുക്കിംഗ് വീഡിയോസും ഒന്നുമല്ല, നമ്മളൊരു ബിസിനസ്സിനെ പറ്റി സംസാരിക്കാനാണ് വന്നത്. പുതിയതല്ല, പഴയ ബിസിനസ്സാണ്. നമ്മുടെ ചാനലിൽ സ്റ്റാർട്ടിങ്ങിലെല്ലാം വിശദമായിട്ട് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഗ്രോസറി ബിസിനസ്സെ പറ്റിയിട്ട്. ശരി, ആദ്യമായിട്ട് നമ്മുടെ ചാനലൊക്കെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ, കമൻറ്റ്. വീഡിയോസ് എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നൊരു അഭിപ്രായം പറയുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ പേര് ഗ്രോസറി ബിസിനസ്സിനെ പറ്റി പണ്ട് ഇഷ്ടംപോലെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഓൾഡസ്റ്റിൽ പോയി നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാം. നമ്മൾ 2-3 വർഷമായിട്ട് ബിസിനസ്സിൽ ഞാൻ ജോയിൻ ചെയ്ത് 2-3 വർഷം ആവുന്ന. അപ്പം നമ്മുടെ grocery.io എന്ന വെബ്സൈറ്റിൽ പോയി നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ എല്ലാ വിശദ വിവരങ്ങളും നമ്മുടെ സംശയങ്ങളെല്ലാം അതിനകത്ത് നമുക്ക് തീർക്കാൻ പറ്റും. പിന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി ഞാനും പറയുകയാണ്. ഞാൻ ഗ്രോസറി ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കുറച്ച് വർഷങ്ങളായി എന്ന് പറഞ്ഞല്ലോ. അന്ന് പോലെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത പോലെ വീഡിയോസ് ഇടുന്നുണ്ട്. ഗ്രോസറി ബിസിനസ്സിൻ്റെ കോൺസെപ്റ്റ് തന്നെ 3E ആണ് നമ്മുടെ കോൺസെപ്റ്റ്. 3E എന്ന് വെച്ചാൽ ഏണിങ്സ്, നമുക്ക് വരുമാനം ഉണ്ടാക്കണം, നമുക്ക് എഡ്യൂക്കേഷൻ, ഇതിനെപ്പറ്റി നമ്മുടെ നല്ലൊരു പഠനം, ബിസിനസ്സിനെ പറ്റിയാണെങ്കിലും ജീവിതത്തെ പറ്റിയാണെങ്കിലും നല്ലൊരു എഡ്യൂക്കേഷൻ നമുക്ക് ഇന്ന് തരുന്നുണ്ട്. പ്ലസ് എൻ്റർടൈൻമെൻറ്റ്, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്ത് കൊണ്ടുപോകുക. അങ്ങനെ 3E ആണ് നമ്മുടെ കോൺസെപ്റ്റ്, ബിസിനസ്സിൻ്റെ കോൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയ കാര്യം. എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഒരുപാട് സംഭവങ്ങളിൽ ലോക്കായി പ്രശ്നങ്ങളൊക്കെ സന്ധിച്ചാണ് മുന്നോട്ട് വന്നേക്കുന്നത്. അപ്പം നമ്മൾ അങ്ങനെ പോയി എല്ലാ ഓൺലൈനിലും ചേരാതെ നമുക്കൊന്ന് സേഫായിട്ടും കറക്റ്റായിട്ടുമുള്ള പാതയാണ് നമ്മൾ പിന്തുടർന്ന് നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്തിട്ട് ഇനിയെങ്കിലും നമുക്ക് ജയിക്കണം, ലൈഫിൽ മുന്നേ പോകണം, എല്ലാവരെയും താണ്ടി മുന്നേ പോകണമെന്നൊരു ഇതോടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ബിസിനസ്. അപ്പോൾ ഒരു ബിസിനസ്സിൽ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബിസിനസ്സിനെ നല്ല രീതിയിൽ പഠിക്കണം. നല്ല രീതിയിൽ പഠിച്ച് ഗ്രഹിച്ച് അതിൻ്റെ സൈഡും എല്ലാ 4 വശങ്ങളും നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം നമ്മൾ എന്തായാലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നത്. സാമ്പത്തിക മുന്നേറ്റം, നമ്മുടെ പ്രശ്നം എവിടെയാണ്, നമ്മൾ എവിടെയാണ് തോറ്റുപോയത് ലൈഫിൽ, പണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ് തോറ്റുപോയത്, അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് ഈ ബിസിനസ്. അപ്പോൾ ഈ കാലത്ത് നമുക്ക് റിസ്ക് എടുക്കാതെ ഒന്നും ചെയ്യാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഹാർഡ് വർക്ക് ചെയ്താൽ നമുക്ക് രക്ഷപ്പെടാം. ഹാർഡ് വർക്ക് വേണം, കഠിനാധ്വാനത്തിലൂടെ മാത്രമേ നമ്മൾ മുന്നേറാൻ പറ്റൂ എന്നെല്ലാം പണ്ടുള്ളവരും പഴമക്കാരും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അത് 100% സത്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ IT യുഗത്തിൽ ഹാർഡ് വർക്കൊക്കെ നമുക്ക് കൈ കൊടുക്കുന്നത് സ്മാർട്ട് വർക്ക് തന്നെയാണ്. ആ സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യണം, അതെങ്ങനെ കൊണ്ടിട്ട് പോകണം, അതിൻ്റെ വശങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനായിട്ട്, നമ്മുടെ ബിസിനസ്സിൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷന്, ഒരേ ഒരു വരുമാനത്തെ പറ്റി മാത്രം പറയാനായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. കുറച്ചാലും വെള്ളം കുടിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഗ്രോസറി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്ന 3/6/2022. ഇപ്പം 4 വർഷമായിട്ട് സക്സസ്ഫുള്ളായിട്ട് നമ്മുടെ ബിസിനസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രോബ്ലവും ഇല്ല. ഓൺലൈൻ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. പക്ഷേ ഇതങ്ങനല്ല. നമ്മുടെ ഗ്രോസറി നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റാണ്. നമുക്കിതിൽ തമിഴിൽ പറഞ്ഞാൽ മരുന്നില്ല മരുത്തെന്നും പറഞ്ഞിട്ട്, നമുക്ക് ഏതെങ്കിലും ഒരു അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ മരുന്നില്ലാതെ പാരമ്പര്യമായിട്ടുള്ള ആഹാരം, എക്സസൈസ്, അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ ഇതിനകത്ത് നടക്കുന്നുണ്ട്. അവയർനെസ് പ്രോഗ്രാംമാർ നടക്കുന്നുണ്ട്. പിന്നെ ഇതോടെ ഫൗണ്ടറെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആണ്ടിലും സംക്രാന്തിക്കൊക്കെയാണ് വീഡിയോസൊക്കെ ഇടുന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ പട്ടി ഭയങ്കര കുരവിളിയിൽ, അതുകൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ തുടങ്ങുക. അവന്മാർ പോയിട്ടില്ല, അവിടെ കണ്ടുണ്ട്. ശരി, ഓക്കെ. നമ്മുടെ
ഗ്രോട്ടറി ബിസിനസ്സിൻ്റെ ഫൗണ്ടറാണ് മിസ്റ്റർ ശ്യാം മെൽവിൻ സാർ. ന്യൂസിലൻഡിലാണ് പുള്ളിക്കാരൻ സെറ്റിലായിരിക്കുന്നത്. ഇന്ത്യക്കാരനായിരുന്നു, ന്യൂസിലൻഡിൽ പോയി സെറ്റിലായതാണ്. ശ്യാം മെൽവിൻ സാറാണ് നമുക്ക് ബാംഗ്ലൂരുള്ള ഡോക്ടർ സെൽവരാജ് സാർ. ഈ സെൽവരാജ് സാറാണ് നമുക്ക് ഈ പിന്നെ ഹെൽത്ത് ടിപ്സ് എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ സെൽവരാജ് സാറാണ് നമ്മുടെ ബിസിനസ് ആദ്യം കൊണ്ടുവന്നത്. സെൽവരാജ് സാറിൻ്റെ സ്റ്റുഡൻസാണ് ശ്യാം മെൽവിൻ, പിന്നെ റിച്ചാർഡ് എന്ന് പറയുന്ന 2 പേര്. ഇവരെല്ലാവരോടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. സെൽവരാജ് സാറ് ബാംഗ്ലൂർ ഡോക്ടറാണ്. പുള്ളിക്കാരൻ എന്നെ ചെയ്ത് ഒരുപാട് പേർക്ക് ഈ ബിസിനസ് കൊടുത്തു. പക്ഷേ നമ്മൾ ഓരോന്ന് എത്തിച്ചേരേണ്ടുന്ന കൈകളിൽ എത്തിയാലേ അതിനൊരു സക്സസ് ഉണ്ടാവും. അതുപോലെ തമിഴ്നാട്ടിൽ മധുരയിലുള്ള മിസ്റ്റർ അജയ്രാജ് സാറാണ് നമുക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുന്നത് തമിഴ്നാട്ടിൽ. ബാക്കി എല്ലാവരുടെ കൈകളിൽ വന്ന ബിസിനസ് നല്ലതുപോലെ പോയിട്ടില്ല. അജയ് സാറിൻ്റെ കയ്യിൽ കിട്ടിയ ബിസിനസ്സിനെ പുള്ളിക്കാരൻ നല്ലൊരു വഴിക്ക് ബിസിനസ് എടുത്തിട്ട് കൊണ്ടുപോയി എല്ലാവർക്കും നല്ല രീതിയിൽ കൊടുത്ത് ഒരുപാട് ആൾക്കാരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് പേരുടെ ലൈഫ് ഈ ബിസിനസ് കൊണ്ട് നല്ല രീതിയിൽ മാറിയിട്ടുണ്ട്, ചേഞ്ചസ്, ഇൻക്ലൂഡിങ് മീ. ഞാനും എൻ്റെ ഫാമിലി എല്ലാം ഈ ബിസിനസ്സിൽ നിന്ന് ഒരുപാട് നമ്മൾ പിന്നെന്താ പറയുന്നത്, ഫൈനാൻഷ്യൽ ഫ്രീഡം, ഫൈനാൻഷ്യൽ പൊസിഷനെ മാറി നമ്മുടെ ഈ ബിസിനസ് വെച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്കൊരു ഫോൺ, ആൻഡ്രോയിഡ് ഫോൺ. ഇപ്പോൾ ഫോണില്ലാത്ത ആരുമേ ഇല്ല. ഒരേ ഒരു മെയിൽ ഐ ഡി, വാട്സപ്പ് നമ്പറും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ബിസിനസ് എവിടെ ഇരുന്നാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അമേരിക്കയിലോ ജർമ്മനിയിലോ ഇന്ത്യയിലോ കേരളം, തമിഴ്നാട് എന്ന് വേണ്ട എവിടെയാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഡോളറിലാണ് നമ്മുടെ ഇതിലെ ബിസിനസ്സിൽ എല്ലാ ഡീലിങ്സും നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഡോളറിലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോളറാകുമ്പം നമുക്ക് പൈസ ഓരോ രാജ്യത്തിനും ഓരോ കറൻസി ഉണ്ട്. അത് കോമൺ ആയിട്ടുള്ളതാണ് ഡോളർ. അപ്പം നമുക്കത് എവിടെ പോവുകയാണെങ്കിലും സേഫായിട്ടും കറക്റ്റായിട്ടും നമുക്കത് ഡീൽ ചെയ്യാൻ പറ്റും. അതിനായിട്ടാണ് നമുക്ക് ഡോളർ വെച്ചേക്കുന്നത്. ഓക്കെ, നമുക്ക് ഗ്രോട്രിയിൽ ഫസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് ബിസിനസ്. അതിൽ 14 വരുമാനം കൊണ്ട് ആ ഗ്രോട്രി ബിസിനസ്സിൽ ഞാനുണ്ടായിരുന്നു. പിന്നെ ഗ്രോ ഫാമിലിയിൽ 4 വകയാന വരുമാനങ്ങളും നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. 2024 ഒക്ടോബർ മാസമാണ് നമുക്ക് ഗ്രോട്രി കോയിൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ബിസിനസ്സിൽ അപ്പം മൊത്തം നമുക്ക് 24 വകയായ വരുമാനങ്ങൾ നമുക്ക് ഈ ബിസിനസ്സിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും ഈ 2 ബിസിനസ്സും സക്സസ്ഫുള്ളായിട്ട് ലൈവിലുണ്ട്. ഇപ്പോൾ ആഡ് ചെയ്തേക്കുന്നത് നമ്മുടെ ഗ്രോട്രി കോയിനെ നമ്മൾ GTC. ഓക്കെ, അപ്പോൾ ഈ GTC എന്തുവാന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് വിശദമായിട്ട് പറയാം. GTC ടോക്കൺ. അപ്പോൾ ഒരു 2009 ക്രിപ്റ്റോ കറൻസിയിൽ മദർ കറൻസി ആയിട്ട് നമുക്ക് വന്നേക്കുന്നത് ബിറ്റ്കോയിൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ കറൻസികളെല്ലാം രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ആ ബിറ്റ്കോയിൻ 2009 ലോഞ്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ഡോളർ വൈസിൽ അതിനോട് ഡോളർ എത്രയെന്ന് വെച്ചാൽ 0.0009, അതായത് നമ്മുടെ INR നോക്കുകയാണെങ്കിൽ 81 പൈസ. ഓക്കെ, 2009. ഇപ്പോൾ ഇപ്പം നമുക്ക് 2025 ജൂൺ ടൈമിലുള്ളത് കണക്കാണ് എഴുതി വെച്ചേക്കുന്നത്. ഇപ്പം ജൂൺ പോയി ജൂലൈ ആയിട്ടുണ്ട്. അത് ഏപ്രിൽ മെയിലെല്ലാം കുറച്ച് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡോളറിൻ്റെ ബിറ്റ്കോയിൻ്റെ വില എന്തോന്ന് വെച്ചാൽ 1,09,600 രൂപ, $600 നമ്മുടെ റേറ്റ്. അത് എത്രയാണെന്ന് വെച്ചാൽ 98,64,000 രൂപ. 1 കോടി ഇത് തൊട്ടിട്ടുണ്ട് നമ്മുടെ ബിറ്റ്കോയിൻ. ഈ മദർ കോയിൻ തൊട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ GTCയിൽ ഇപ്പോഴേ കോയിൻസ് എല്ലാം വാങ്ങി വയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഫ്യൂച്ചറിൽ ഒരു നല്ലൊരു എമൗണ്ട് നമുക്ക് ഇതിനകത്ത് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രോട്രി കോയിനിലേക്ക് സ്വാഗതം. ഓക്കെ, പിന്നെന്തുവാ, ഗ്രോട്രി കോയിൻ GTC ടോക്കൺസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത് 100 കോടി കോയിൻസാണ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഈ 100 കോടി കോയിനിൽ 30% അത് വർഷം അത് ബേൺ ചെയ്യും. ഈ വർഷം 10% 2025 സെപ്റ്റംബറിൽ ബേൺ ആകും. പിന്നെ 26 സെപ്റ്റംബറിൽ 10% ഇത്, പിന്നെ 10% 27 സെപ്റ്റംബറിൽ. അപ്പോൾ ഈ 3 വർഷം കൊണ്ട് 30% 30 കോടി കോയിൻ
നമ്മൾ ബേൺ ആക്കും. ബാക്കിയുള്ള 70 കോടി കോയിൻ മാത്രമേ നമ്മുടെ മാർക്കറ്റിൽ കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കോയിന് വില കൂടും. ആ സമയം അതിന് മുന്നേ നമ്മൾ കോയിൻ നിറയെ വാങ്ങി വയ്ക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു സാഹചര്യം വരുമ്പോൾ നമുക്കിത് എന്തോന്ന് വെച്ചാൽ വിറ്റ് കാശാക്കി നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്യാം. ഓക്കെ. അപ്പം ഈ 100 കോടി കോയിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഏതെല്ലാം രീതിയിലാണ് കൊടുത്തേക്കുന്നത് വെച്ചാൽ എയർ ഡ്രോപ്പ് എന്ന് ചൊല്ലി 2% 2 കോടി കോയിൻ എയർ ഡ്രോപ്പിനായിട്ട് കൊടുത്തിട്ടുണ്ട്. എയർ ഡ്രോപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പം സീറ്റ് കടയിലൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും പുതിയൊരു സീറ്റ് കാണുമ്പം അത് വാങ്ങിക്കണമെന്ന് തോന്നും. പക്ഷേ അത് എങ്ങനെ, അതെന്തോ സംഭവം എന്തോന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ ഒരു സാമ്പിളായിട്ട് കൊടുക്കത്തില്ലേ കുറച്ച് ആ സാമ്പിൾ പീസ്, ആ സാമ്പിളാണ് ഈ എയർ ഡ്രോപ്പ് എന്നും പറഞ്ഞ് 2 കോടി കോയിൻ സാമ്പിൾ പീസാണ് 2 കോടി എയർ ഡ്രോപ്പ്. പിന്നെ ഗ്രോ ട്രീ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടി നമുക്ക് 20%, അതായത് നമ്മുടെ ഗ്രോ ട്രീയിലും ഗ്രോ ഫാമിലി ഉള്ള മെമ്പേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് 20 കോടി കോയിന് മാറ്റിയിട്ടുണ്ട്. നെക്സ്റ്റ് മാർക്കറ്റിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് 23%. അതിലൊരു 23%. ജനറൽ പർച്ചേസിങ്ങിന് 45%. പിന്നെ നിയമപരമായിട്ട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഒരുപാടുണ്ടല്ലോ, അതിന് 2%. ലിക്വിഡിറ്റിക്കായിട്ട് 8%. അപ്പം ബിറ്റ് കോയിൻ ക്രിപ്റ്റോ കറൻസിയിൽ ആഡായിട്ടുണ്ട്. ബിറ്റ് കോയിൻ അല്ലല്ലോ, GTC കോയിനും ക്രിപ്റ്റോ കറൻസിയിൽ ആഡായി. നമ്മൾ ഇപ്പം പണ്ടൊക്കെ നമുക്ക് ജിപേ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ ജിപേയിൽ നമ്മൾ പൈസയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പോവൂ. ആദ്യമൊക്കെ അത് ചെയ്യാനോ എല്ലാവർക്കും ഒരു വൈഷമ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ആരാണെങ്കിലും ഇപ്പോൾ കടയിൽ പോയി ഒരു 10 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചാലും നമ്മൾ ചെയ്യുന്നത് ജിപേ അല്ലെ ഫോൺ പേ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ താണ്ടി പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം വിദേശ രാജ്യങ്ങളിൽ ഓരോ കോളേജിൽ ക്രിപ്റ്റോ എല്ലാം ഓരോ സിലബസായിട്ട് മാറിയിട്ടുണ്ട്. പ്ലസ് ടുവിന് ക്രിപ്റ്റോവിനെ പറ്റിയ ഒരു ഇതുണ്ട്, സിലബസ് ഉണ്ട്. പരീക്ഷകൾ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റിയിലും ക്രിപ്റ്റോ എന്താണ്, ബ്ലോക്ക് ചെയിൻ എന്താണ്, കാര്യങ്ങളൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല ഓരോ രാജ്യങ്ങളിൽ നമ്മൾ കാശ് കൊണ്ടുപോകുന്നിടത്ത് ഡോളർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ 100 കോടി കോയിൻ എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകാനുള്ളത്, നമുക്ക് 2025 ജൂൺ 3 നമുക്ക് ഓൺ എക്സ്ചേഞ്ച് വന്നിട്ടുണ്ട്. ഓൺ എക്സ്ചേഞ്ച് വരുന്നതിന് മുന്നേ നമ്മുടെ GTC കോയിന് 2024 GTC ആരംഭിക്കുമ്പോൾ ഒക്ടോബറിലാണ് നമ്മുടെ ഈ ബിസിനസ്, ഏത് ബിസിനസ്, കോയിൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ കോയിൻ്റെ റേറ്റ് ഡോളർ പ്രൈസിൽ 0.01, അതായത് 90 പൈസ. ബിറ്റ് കോയിൻ ആരംഭിക്കുമ്പോൾ 81 പൈസയേ ഉള്ളായിരുന്നു. പക്ഷേ നമുക്ക് 9 പൈസയും കൂടെ കൂട്ടി 90 പൈസയ്ക്കാണ് ഫസ്റ്റ് നമുക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഇത് ജൂൺ 2025, അതായത് ഇപ്പം ഈ എക്സ്ചേഞ്ച് വന്നത് കഴിഞ്ഞപ്പം നമ്മുടെ കോയിൻ്റെ റേറ്റ് 1.35 പൈസ, 1.35 പൈസയായി. ഇത് സെപ്റ്റംബർ മാസത്തിലാണ് ഫസ്റ്റ് ബേണിംഗ് വരുന്ന ടൈം. ആ സമയത്ത് നമുക്ക് 1.80 പൈസയാകും. കൂടാതെ മാർച്ച് 26 ആകുമ്പോഴത്തേക്ക് 2.25 പൈസ ആകാനുള്ള സാധ്യതകൾ നിറയെ ഉണ്ടെന്നാണ് അനുമാനങ്ങൾ. അപ്പം നമ്മുടെ ബിസിനസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഈ GTC കോയിൻ ബിസിനസ്സിൽ നമുക്ക് 6 രീതിയിലുള്ള വരുമാനങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ 6 വരുമാനങ്ങൾ എന്തുവാന്ന് നമുക്ക് നോക്കാം. കാണാമോ? ഓക്കെ. ടൈപ്സ് ഓഫ് ഇൻകം. ഫസ്റ്റ് നമുക്ക് കൊടുക്കുന്ന ബാങ്കിങ് റിവാർഡ് തമിഴിലേ വരുന്നതുകൊണ്ട് എനിക്ക് പോയിൻ്റ് എന്നായിപ്പോയി. 0.3% ആണ് നമുക്ക് ബാങ്കിങ് റിവാർഡ് ഫസ്റ്റ് ഇൻകം കൊടുക്കുന്നത്. സെക്കൻഡ് വന്ന് ഡയറക്റ്റ് ഇൻകം 5%, പെയർ മാച്ചിങ് ഇൻകം 5%, ഫോർത്ത് ലെവൽ ഇൻകം, അത് 30 ലെവലിൽ നമുക്ക് ഈ വരുമാനം മാത്രം 30 ലെവലിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് റാങ്കിങ് അവാർഡ് ആൻഡ് ഗ്ലോബൽ ക്യാഷ് റിവാർഡ്. ഈ 6 വരുമാനങ്ങളാണ് നമ്മുടെ GTCയുടെ ലക്ഷ്യം. ഓക്കെ. അപ്പോൾ ടോട്ടൽ ഇൻകം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു 10,000 രൂപ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺസ് എങ്ങനെ വരുമെന്ന് വെച്ചാൽ 30,000 രൂപ നമുക്ക് റിട്ടേൺസ് ആയിട്ട് വരും. അത് എത്ര ദിവസം കൊണ്ട് വരുമെന്ന് വെച്ചാൽ 1000 ഡേയ്സ്.
1000 ദിവസം കൊണ്ട് 300% വരുമാനമാണ് നമുക്ക് വരുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരാൾ നമ്മുടെ ബിസിനസ്സിൽ വരുവാണെങ്കിൽ നോൺ വർക്കിംഗ് പാർട്ണറായിട്ടും വരാം, വർക്കിംഗ് പാർട്ണറായിട്ടും വരാം. വർക്കിംഗ് പാർട്ണറായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൻ വിജയം. ഓക്കെ. പക്ഷേ നമ്മൾ ഇപ്പം ഞാൻ അതിനകത്ത് പുതുതായിട്ട് ജോയിൻ ചെയ്യും. എനിക്ക് പിന്നെ വേറെ എനിക്ക് ആരെയും ചേർക്കാനോ നമുക്ക് അങ്ങനെയുള്ള ആർക്കും വേണ്ട, ഞാൻ മാത്രം മതി, അങ്ങനെ ഒരു രീതിയിൽ വരുമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന ഒരു 10,000 രൂപയ്ക്ക് 30,000 രൂപ 1000 ദിവസം കൊണ്ട് നമുക്ക് വരും. ഓക്കെ. അത് ഒരു കോൺസെപ്റ്റ്. അടുത്തത് വർക്ക് ചെയ്യാനായിട്ട് നല്ല ആക്റ്റീവായിട്ടുള്ള പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അവർ വരുമ്പം ഒരു 10,000 രൂപ നിക്ഷേപിച്ചിട്ട് 30,000 രൂപ 1000 ദിവസം, എനിക്ക് 1000 ദിവസമൊന്നും എനിക്ക് കാത്തിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഇച്ചിരി പെട്ടെന്ന് ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചെടുക്കണം എന്നൊരു ചിന്തയോടെ നമ്മൾ വരുമല്ലോ, നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നവർ. അങ്ങനെ വരുന്നവർക്കായിട്ടുള്ള ഇതാണ് വർക്കിങ്. അതിന് ഒരു ലിമിറ്റും ഇല്ല. നമ്മൾ 1000 ദിവസം എന്ന് പറയുന്നത് ഏകദേശം ഒരു 33 മാസമൊക്കെ വരും. ഓക്കെ. ഈ 33 മാസം എന്ന് പറയുന്നത് ഈ വർക്കിംഗ് പാർട്ണറായിട്ട് വരുന്നവരുണ്ടല്ലോ, ആക്റ്റീവ് പാർട്ട്നേഴ്സ്, ഇവർ അത് 1 മാസം കൊണ്ടോ ഇല്ലെങ്കിൽ 25 മാസം കൊണ്ടോ 12 മാസം കൊണ്ടോ ജസ്റ്റ് ഒരു ദിവസം കൊണ്ടൊക്കെ നമ്മൾ കൊടുത്ത കാശ് തിരിച്ചെടുക്കുന്നവരും ഉണ്ട്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ വർക്കിംഗ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ബിസിനസ് ഇൻകങ്ങളാണ് ബാങ്കിങ് റിവാർഡ്, ഡയറക്റ്റ് ഇൻകം, പെർ മാച്ചിങ്, ലെവൽ ഇൻകം. ഈ 4 വരുമാനങ്ങളും നമുക്ക് നമ്മുടെ ഈ 1000 ദിവസത്തെ കുറച്ച് കൊടുക്കും. പെട്ടെന്ന് നമ്മുടെ പൈസ നമ്മുടെ കൈകളിൽ വരും. അപ്പോൾ നമ്മൾ ഈ 10,000 രൂപ നിക്ഷേപിക്കുമ്പം 30,000 രൂപയാണ് നമുക്ക് ഏണിങ്സ് വരാനുള്ളത്. ഈ 10,000 നമ്മൾ ആദ്യം വരുന്ന 10,000 നമ്മൾ ഇട്ട പൈസയും ബാക്കി വരുന്ന 20,000 നമ്മുടെ പ്രോഫിറ്റും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ബിസിനസ്സിനകത്ത് വരുമ്പം ഇത് എങ്ങനെയൊക്കെയാണ് നമ്മളിത് ചെയ്യുന്നത്, എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഡോളർ വൈസിലാണ് നമ്മളിതെല്ലാം പർച്ചേസ് ചെയ്യാനുള്ളത്. ഇത് ലോക്സ് എന്ന് പറയും. ഓക്കെ. അപ്പോൾ നമ്മുടെ കയ്യിൽ എത്ര രൂപയുണ്ട്, നമ്മുടെ പോക്കറ്റിൽ എത്ര രൂപയുണ്ട്, അതനുസരിച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാം. ഫസ്റ്റ് ഏറ്റവും കുറഞ്ഞത് സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് $25 $25 എന്ന് പറയുമ്പോൾ ഒരു ഡോളറിൻ്റെ വില 90 രൂപ. അപ്പോൾ 2250 രൂപയിൽ നമുക്ക് ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ $25 പർച്ചേസ് ചെയ്തിട്ട് അടുത്ത 50 പർച്ചേസ് ചെയ്ത് അടുത്ത 100 അങ്ങനെ പോകണമെന്ന് വെച്ചാൽ അങ്ങനെ അല്ല. ഇപ്പം ഞാൻ വരുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട്. അപ്പോൾ $800 പർച്ചേസ് ചെയ്യുന്ന കണക്ക് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റോടെ ഞാൻ ഡയറക്റ്റായിട്ട് 800ക്ക് പോവാം. ഓക്കെ. $800 പർച്ചേസ് ചെയ്യുക. അപ്പോൾ 25, 50, 100, 200, 400 അങ്ങനെ പോയി ഇതേ $51,200 വരെ നമ്മുടെ ലാസ്റ്റ് ലോഗാണ് 51,200. അത് എത്ര രൂപയെന്നറിയാമോ? 46 ലക്ഷത്തി സംതിങ്. നെട്ടിയിലെല്ലാവരും. അപ്പം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ ഏത് ക്വസ്റ്റ്യനാണ് നമ്മൾ സ്വീകരിക്കുന്നതെന്ന് നമ്മളതിനെ നിശ്ചയിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള കാശിനനുസരിച്ച് $100 ആണെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം. $100 പർച്ചേസ് ചെയ്ത് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് $300 റിട്ടേൺ വരും. 800-നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഇങ്ങോട്ട് $22,400 വരുന്നവരെ നമ്മുടെ വരുമാനം ദിവസം, അത് ഒരു ദിവസം കൂടെ മാറത്തില്ല, ഡെയിലി നമുക്ക് ആ വരുമാനം വരും. ഇപ്പോൾ ഏത് ലോഗോ പർച്ചേസ് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് വരും. അത് ഞായറാഴ്ച, ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ, സൺഡേ ആണ്, ഗവൺമെൻറ് ഹോളിഡേയാ, അങ്ങനെയൊന്നും ഒരു പരിപാടി ഇവിടെ ഇല്ല. ദിവസവും നമ്മുടെ വരുമാനം തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ബാങ്കിങ് റിവാർഡ് 300% എന്നാണ് നമുക്ക് ഇട്ടേക്കുന്നത്. 300% ഡെയിലി നമുക്ക് 0.3% കാണാമോ? ഇപ്പോൾ ഒരു 3% കയറുന്നത്. അപ്പോൾ നമ്മൾ 12 ലെവലിലാണ് നമ്മൾ എഴുതിയിട്ടേക്കുന്നത്. കാര്യം 12 ലോക്സാണ് നമ്മളിവിടെ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് 12 ലോക്സിനുള്ള എമൗണ്ടും ഇച്ചിരി അങ്ങോട്ട് മാറ്റിട്ട്. ഓക്കെ. കറക്റ്റ് അല്ലേ? 12 ഇതിലുള്ള
12 ലോക്സിനുള്ളത് പെർസെൻറ്റേജ് വൈസിൽ നമുക്ക് എത്രയാണെന്ന് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 25, 50, 100 അത് $51,200 $51,200 വരെ നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇത് മൊത്തமாக ടോട്ടൽ ചെയ്യുമ്പോൾ $1,02,375 വരുന്നുണ്ട്. അത് കാണുന്നില്ലല്ലേ? അതന്നെ. ഓക്കെ, ഇപ്പം $25 ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. $25 എന്ന് വെച്ചാൽ 2,250 രൂപ. അപ്പോൾ ഈ 2,250 രൂപ ഞാൻ ഇന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാളെ എൻ്റെ അക്കൗണ്ടിൽ എനിക്ക് എത്ര രൂപ കയറും? രൂപയല്ല, ഡോളർ. എത്ര ഡോളർ കയറുന്നു? $0.075. $0.075 ഒരു ദിവസം എനിക്ക് കിട്ടുന്ന വരുമാനമാണ്. കാര്യം ഞാൻ ചെറിയൊരു ലോഗാണ് ഞാൻ പർച്ചേസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള പെർസെൻറ്റാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ മന്ത്ലി എനിക്ക് $2.25 എൻ്റെ അക്കൗണ്ടിൽ കയറും. $2.25 2.25 എന്ന് വെച്ചാൽ എത്ര രൂപയാണ്? $202.50. ഈ $202.50 നമ്മുടെ അക്കൗണ്ടിൽ ഒരു മാസത്തെ നമ്മുടെ വരുമാനമാണ്. അപ്പം നമുക്ക് ഈ $25 75 കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ പർച്ചേസും നമ്മൾ വച്ച പൈസയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തതനുസരിച്ച് നമ്മൾ പറഞ്ഞ കണക്കും പ്രകാരം $75 നമുക്ക് വരും. $75 എന്ന് വെച്ചാൽ 6,750 രൂപ നമുക്ക് അക്കൗണ്ടിൽ വന്ന് കഴിയും. അപ്പോൾ ഇതേ ഒരു $100 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 0.3%, അതായത് മാസം നമുക്കൊരു $9 കിട്ടും. $9 എന്ന് വെച്ചാൽ 300 രൂപ. $300 ടോട്ടലാണ്. സോറി, ഇത് ഒരു മാസം നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മളിത് എപ്പോഴാണിത് എടുക്കാൻ പറ്റുന്നത്, നമുക്ക് എപ്പോഴാണിത് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇരിക്കുകയെന്നുണ്ടെങ്കിൽ $10 ആകുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ 24/7 പോലെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം നമ്മൾ ഈ 25 വരുന്നതിനേക്കായി നമുക്ക് പെട്ടെന്നൊരു 100 വരുവാണെന്നുണ്ടെങ്കിൽ, ഒരു 9,000 രൂപയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു 33 ദിവസം കൊണ്ട് നമുക്ക് ഇന്ന് ഏൺ ചെയ്യാൻ പറ്റും, വിഡ്രോ ചെയ്യാൻ പറ്റും. $10 ആയാലേ വിഡ്രോ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ നമ്മൾ ഡോളർ വിഡ്രോ ചെയ്യുമ്പം $10 ആണെങ്കിലും 50 ആണെങ്കിലും 100, $500 വിഡ്രോ ചെയ്യുമ്പോൾ എത്ര ഡോളർ വിഡ്രോ ചെയ്യുന്നു അതിൻ്റെ 5% അത് കമ്പനിക്ക് കമ്മീഷനായിട്ട് പോകും, സർവീസായിട്ട് പോകും, സർവീസ് ചാർജ്. ഓക്കെ, അപ്പോൾ നമ്മൾ ATM നിന്നൊക്കെ കാശ് എടുക്കുമ്പോൾ വേറെ അതർ ATM നിന്ന് എടുക്കുമ്പോൾ നമുക്ക് നേരിയ രീതിയിൽ പൈസ പോകത്തില്ലേ? അതുപോലെ തന്നെയാണ് എവിടെ ആണെങ്കിലും അതിൻ്റെ സർവീസ് ചാർജ് എടുത്തിട്ട് കൊടുക്കത്തുള്ളൂ. അപ്പോൾ ബിസിനസ്സിൻ്റെ സർവീസ് ചാർജായിട്ട് നമുക്ക് 5%, $1,000 എടുത്താലും $50 എടുത്താലും 5% പോകും. അപ്പോൾ ഇതെല്ലാം ഓരോ ലോക്സ് പർച്ചേസ് ഇപ്പോൾ $3,200 പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിവസം നമുക്ക് $9.60 നമ്മുടെ അക്കൗണ്ടിൽ ആഡാകും. അത് ഒരു മാസം $288. അത് ഇൻറ്റു 90 നമ്മുടെ ഒരു മാസത്തെ വരുമാനം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ബാങ്കിങ് റിവാർഡിനെ പറ്റി ഒരു ചെറിയൊരു വിശദീകരണമാണ് തന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ബിസിനസ് ഇനിയും ഇത് വരുമാനങ്ങളെ പറ്റി പറയാനുണ്ട്. ഇനി 5 എണ്ണം ബാലൻസ് ഉണ്ട്. അത് ഓരോ ദിവസമായിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ബിസിനസ് പാർട്ട്നേഴ്സ് ആവാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ബിസിനസ് നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വിശദമായ വിവരങ്ങളും വരും വീഡിയോസിലും എല്ലാം പറയുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. വീഡിയോ കുറച്ച് ലെങ്തായി പോയെന്നാണ് തോന്നുന്നത്. ഇത്രയും സമയമെന്ന് ഞാൻ വിചാരിച്ചില്ല. സാരമില്ല, കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഉടനെ നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം ടാറ്റ, ബൈ, സീ യു. താങ്ക് യു ഫ്രണ്ട്സ്.